റോയ്ച്ചായ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് പുതിയ സംസ്ഥാന പാർട്ടി ഉണ്ടാക്കുമെന്നാണ് PV അൻവറിന്റെ പ്രഖ്യാപനം. ഇനിയൊരു സംസ്ഥാന പാർട്ടിയെ കൂടെ താങ്കളുടെ ശേഷി കേരളത്തിനുണ്ടോ? അൻവറിന്റെ ഈ രാഷ്ട്രീയം എപ്പോഴും ഒരു അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരാളാണ് അൻവർ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും ഉറപ്പൊന്നുമില്ല. കാരണം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയും വളരെ അപ്രതീക്ഷിതമായി സീറ്റ് കിട്ടാത്ത ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 2016 നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരു വിമത ശബ്ദം നിൽക്കുകയായിരുന്നു. അപ്പം ഒരു 2011 മുതലേ അദ്ദേഹം ഒരു കോൺഗ്രസിനകത്ത് ഒരു വിമതനായി നിൽക്കുകയും ആര്യാടനെതിരെ നിലമ്പൂര് ആര്യാടൻ മുഹമ്മദിന്റെ അപ്രമാദിത്വത്തിനെതിരെയുള്ളൊരു രാഷ്ട്രീയ നീക്കങ്ങളും മറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഇനിയൊരു കോൺഗ്രസ്സുകാരനായിട്ട് നിലമ്പൂരിലും പരിസരത്ത് നിന്നാൽ അത് രക്ഷയില്ല എന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് അൻവർ LDFന് കൈ കൊടുക്കുകയും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യ തവണ ജയിച്ചു, രണ്ടാമതും ജയിച്ചു. അപ്പോൾ ഈ ജയിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ CPMനെക്കാട്ടിലും വലിയ CPMകാരനായിട്ട് അവിടെ നിൽക്കുകയും കോൺഗ്രസിനും എതിരായിട്ട് വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും CPMന്റെ സൈബർ ടീമിന്റെ കടന്നൽ രാജയായി. യെസ്, അത് ആ ഒരു നിലവാരത്തിലേക്ക് വരെ അങ്ങനെ ആര്യാടന്റെ മടയിൽ തന്നെ ചോദ്യം ചെയ്യുകയും ആര്യാടനെതിരെ ശക്തമായ എതിർപ്പും മറ്റും സൃഷ്ടിക്കാനൊക്കെ കഴിഞ്ഞ ഒരാളായിട്ട് മാറിയതാണ്. പക്ഷേ പിന്നീട് വളരെ ഇതേപോലെ ശ്രീത്ത് പറഞ്ഞ പോലെ CPMന്റെ എതിരാളികളെ നിഷ്കരണം വെല്ലുവിളിക്കാനും അവർക്കെതിരെ ഈ സൈബർ സേനകളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള പ്രചരണം നടത്താനും ഒക്കെ തന്നെ അൻവർ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ പല മാധ്യമങ്ങൾക്കെതിരായിട്ട് സൈബർ പോരാട്ടം നടത്തുകയും അവരെയൊക്കെ തന്നെ പല കള്ളക്കേസിൽ കൊടുക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനെതിരായിട്ടും നമ്മുടെ മറുനാടൻ സാജനെതിരായിട്ടും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്താൻ അൻവർ മുൻപന്തിയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു മര്യാദയില്ലാത്ത ഭാഷയിൽ പ്രതിപക്ഷത്തിനെതിരെയും മറ്റും ആരോപണങ്ങൾ ഉന്നയിക്കാനൊക്കെ ഒരു മടിയും കാണിക്കാതെ, കാരണം CPMനോടൊപ്പം നിൽക്കുമ്പോൾ CPMനെക്കാട്ടിൽ വലിയ CPMകാരനായിട്ടാണ് അൻവർ അവിടെ പെരുമാറുകയും പിണറായി വിജയൻ തനിക്ക് അച്ഛനെ പോലാണെന്നൊക്കെയുള്ള പരസ്യമായ പ്രസ്താവനകൾ നടത്താനൊക്കെ അൻവർ മുതിർന്നിട്ടുണ്ട്. അൻവറിനെ വലിയ കാര്യമായിട്ടാണ് CPM കൊണ്ടു നടന്നത്. പക്ഷേ 2023 ഒക്കെ ആയപ്പോഴത്തേക്കാണ് അൻവർ പതുക്കെ തനിക്കിനിയും LDFൽ നിന്നാൽ രക്ഷയില്ല എന്നൊരു തോന്നൽ വരികയും വിമത ശബ്ദം ഉയർത്താനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്ത് അത് വലിയ തോതിൽ LDFന്റെ പോലീസ് നയത്തിനെതിരായിട്ടും ഈ മരുമോനും പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ റിയാസിനെതിരെ ഒക്കെയുള്ള ഒരു വലിയൊരു പടയൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ CPMനകത്ത് നിന്നുകൊണ്ട് CPMന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്ന ഒരാള് CPMനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലേക്ക് അൻവർ മാറുകയും അത് സർക്കാരിനെയും വലിയ തോതിൽ CPMനെയും ബുദ്ധിമുട്ടിലാക്കുകയൊക്കെ ചെയ്ത സംഭവമാണ്. കാരണം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ പിടിപ്പുകേടാണ് ഒന്ന് രണ്ട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നു. സ്വർണ്ണക്കടത്ത് നടത്തുന്നതിന് അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വർണം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരായിട്ട് ആരോപണങ്ങൾ വരുന്നു. അയാള് കാല് പിടിക്കുന്ന ഓഡിയോ പുറത്തു വിടുന്നു. അങ്ങനെ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ഒടുവിലാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നു. MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം അപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈസിയായ ഒരു UDFിലേക്കുള്ള പ്രവേശനമായിരുന്നു. അപ്പം അങ്ങനെ ഒരു തരത്തിലും അതിനിടയിൽ UDFൽ പ്രവേശനം നേടി വീണ്ടും അവിടെ മത്സരിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തി. അത് വിജയിക്കാതെ വരികയും പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ പരസ്യമായ വെല്ലുവിളികൾ നടത്തുകയൊക്കെ ചെയ്തു. ആ ഘട്ടത്തിലാണ് സതീശൻ ഒരു കാരണവശാലും അൻവറുമായി സഖ്യം വേണ്ട എന്നും അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ വെല്ലുവിളിക്കുകയും അയാൾക്കെതിരെ പ്രചരണം നടത്താനൊക്കെ ചെയ്തപ്പോഴാണ് അൻവറുമായി ഒരു ബന്ധവും വേണ്ട എന്ന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു തീരുമാനമെടുത്തു. അത് കോൺഗ്രസിനകത്ത് തന്നെ അതുപോലെ തന്നെ UDFനകത്ത് പലർക്കും ആ തീരുമാനത്തോട് യോജിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം വലിയൊരു റിസ്ക് ആണ് അന്ന് സതീശൻ എടുത്തത്. കാരണം അൻവറിനെ പോലെ അവിടെ സ്വാധീനമുള്ള 2 വട്ടം ജയിച്ച ഒരാൾ, വലിയ സ്വാധീനമുള്ള ഒരാൾ, അങ്ങനെ ഒരാളെ പിണക്ക് നിർത്തുന്നത് കോൺഗ്രസിന് ഗുണകരമാവില്ല എന്ന്
പലരും ഉപദേശിക്കുകയും പിന്നാമ്പുറങ്ങളിൽ അൻവറുമായിട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ സമയത്താണ് അൻവർ ഒരു പല രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാൻ നോക്കി. അങ്ങനെ ആദ്യം DMKയുടെ ഭാഗമാകാൻ ശ്രമിച്ചു. അത് CPM ഇടപെട്ട് അത് തെറിപ്പിച്ചു. പിന്നീടാണ് CPMന്റെ ബദ്ധശത്രുവായ തൃണമൂൽ കോൺഗ്രസുമായിട്ട് പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായിട്ട് മാറുകയൊക്കെ ചെയ്തു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി അൻവറിനെ ഞെട്ടിച്ചു കളഞ്ഞു. അൻവർ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിച്ചതോടുകൂടി ഈ അൻവർ സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിപ്പോയി. UDFനെയും LDFനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്നും കേരളത്തിൽ ഇല്ലാതാനും അൻവറിന് അതിനുള്ള പാങ്ങുമില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. പിന്നീട് അൻവർ ഒരു പഠിച്ച രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അൻവർ വീണ്ടും UDFുമായിട്ട് സഖ്യം ചേരാൻ, അല്ല അത് പലപ്പോഴും സംസ്ഥാപരാധം പറഞ്ഞു, മാപ്പ് പറഞ്ഞു, പരിഗണിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു പുറകെ നടന്നു. അങ്ങനെ അൻവറിനെ കൊണ്ട് ഇച്ഛായിട്ടിന പറപ്പിച്ചതിന് ശേഷമാണ് ഒരളവിലോളം അൻവർ എല്ലാം കീഴടങ്ങിയതിനു ശേഷമാണ് UDFിലേക്ക് പ്രവേശനം കിട്ടിയത്. അസോസിയേറ്റ് അംഗമായിട്ട്. അത് സതീശന്റെ ഒരു കടുംപിടുത്തവും അതുപോലെ തന്നെ ഈ അൻവറിന്റെ ഒരു കീഴടങ്ങലും ഉണ്ടായതിനു ശേഷമാണ് അവരെടുക്കുകയൊക്കെ ചെയ്തത്. കാരണം അന്ന് സതീശൻ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്ന് പിന്നീട് എല്ലാവരും സമ്മതിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ലാത്ത എന്ന പ്രമാണം എല്ലാവരും പാലിച്ചതുകൊണ്ട് അൻവർ വീണ്ടും UDFന്റെ ഭാഗമായി വന്നു. അങ്ങനെ അൻവർ തന്നെയാണ് ഈ മണ്ഡലം, ബേപ്പൂർ മണ്ഡലം തിരഞ്ഞെടുക്കുകയും അൻവർ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ UDFിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അങ്ങനെ UDFിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും അവിടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് റിയാസിന് ഒരു കടുത്ത മത്സരം സൃഷ്ടിക്കാൻ വരെ അൻവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അത് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അൻവർ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ അൻവർ ഇനിയിപ്പം തൃണമൂൽ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യം, കാരണം തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഒരിക്കലും ഒരു യോജിപ്പിന്റെ പാതയിലല്ല. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത പാർട്ടികളായിട്ട് നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ തൃണമൂൽ ചേർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തൃണമൂലിന്റെ ഒരു അംഗം കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്ന അവർക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയേക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി എന്ന് വിടുകയാണ്. പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു LDFിൽ ഉണ്ടായിരുന്ന ഒരു അൻവറിന്റെ വേറൊരു രൂപമാണോ ഇനി UDFിൽ വരുമ്പോൾ കാണുന്നത് എന്നുള്ളത് ആകാംക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇനി എങ്ങനെയായിരിക്കും UDFിന്റെ ദിവസങ്ങളിൽ, UDFിന് എങ്ങാണ്ടും ഭരണം കിട്ടിയാൽ അൻവറിന്റെ പെരുമാറ്റങ്ങൾ എങ്ങനെ ആയിരിക്കും, അൻവർ എന്തൊക്കെയായിരിക്കും ഇനി അടുത്ത തലവേദന സൃഷ്ടിക്കുന്നത് എന്നൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. ഇനി അഥവാ പരാജയപ്പെടുകയോ വല്ലതും ചെയ്താൽ എന്തായിരിക്കും, ഒരു സർവൈവലിന് വേണ്ടി UDFിന്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ ഇനി ഒരു സംസ്ഥാന പാർട്ടി ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ ഏതായാലും UDFിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിച്ചാലും അതിന്റെ ഭാഗമായി തന്നെ തുടരും. അതിനൊന്നും കാരണം UDFിനകത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനകത്ത് ഒന്നും തെറ്റില്ല. കാരണം ഇതൊരു പുതിയ കാര്യമല്ലേ, എപ്പോഴും പുതിയ പാർട്ടികൾ ഉണ്ടാവുകയും വളരുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെയാണ് LDFില് പഴയ ജനതാദള് പുതിയ പേര് മാറി ഒരു രാഷ്ട്രീയ ഇതായിട്ട് നിൽക്കുന്നു. പഴയ ശ്രേയംസ് കുമാറിന്റെ ജനതാദളിന്റെ പേര് മാറ്റി RJD ആയി മാറുന്നു. അങ്ങനെ ഈ പടം പൊഴിക്കലും പുതിയ രൂപമാറ്റങ്ങളും ഒക്കെ എപ്പോഴും രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അൻവറും അത്തരം ഒരു രൂപമാറ്റത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പുതിയൊരു സംസ്ഥാന പാർട്ടി വരാനുള്ള സകല സാധ്യതയുണ്ട്. അത് UDFിൽ തൽക്കാലത്തേക്കെങ്കിലും തുടരാനാണ് സാധ്യത.